مغفور ودعاؤه مستجاب صدق رسول الله صلى الله عليه وسلم. വളരെ ഭാഗ്യവാന്മാരാണെന്ന് വിശുദ്ധ റമദാനിൽ അള്ളാഹുവിൻ്റെ പള്ളിയിൽ ജമാഅത്തായി നിസ്കരിച്ച് വലിയ മൂല്യമുള്ള അവസരമാണ് അള്ളാഹു നമുക്ക് നൽകിയത്. അള്ളാഹു നമ്മെ സ്വീകരിക്കുമാറാണ്. ഒരുപാട് മഹത്വങ്ങളാണ് റമദാൻ ഷരീഫിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ളത്. അതിൽപ്പെട്ട ഓഫറുകളാണ് ഈ ഹദീസിൽ പഠിപ്പിക്കുന്നത്. ഒന്നാമതായി പറഞ്ഞത് നൗമുസ്സാഇമി ഇബാദ, നോമ്പുകാരൻ്റെ ഉറക്ക് അത് ഇബാദത്താണ്. ഇത് കേൾക്കുന്ന സമയത്ത് ചിലരെങ്കിലും തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. നോമ്പുകാരൻ്റെ ഉറക്ക് അത് ഇബാദത്താണ് എന്ന് പറഞ്ഞാൽ ആ ഉറക്കിന് ഇബാദത്തിൻ്റെ പ്രതിഫലം അല്ലാഹു നൽകും എന്നാണ് അതിൻ്റെ നേരാർത്ഥം. അതേ സമയത്ത് അപ്പം ഈ നോമ്പ് നോക്കിയിട്ട് കിടന്നുറങ്ങിയാൽ മതി എന്ന് കണക്കുകൂട്ടരുത്. നോമ്പ് നോറ്റ് ഉറങ്ങിയാൽ മതി അപ്പം ഇബാദത്താവും എന്നല്ല അർത്ഥം. ചേടെ കിട്ടാൻ പാടില്ല. മറിച്ച് നോമ്പ് നോറ്റ് യഥാർത്ഥ ഒരു സ്വാധീനം, ആ നോമ്പുകാരൻ വളരെ സൂക്ഷ്മതയോടുകൂടെ നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ സൂക്ഷിച്ച് കഴിവിൻ്റെ പരമാവധി ശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നു, ജമാഅത്തായി നിസ്കരിക്കുന്നു, അതുപോലെ ദുആഉം ദിക്റും തസ്ബീഹും ഒക്കെ നടത്തുന്നുണ്ട്. ആ കൂട്ടത്തിന് ഉറക്ക് വന്നുപോയി. ഉറങ്ങാൻ വേണ്ടിയിട്ട് സമയം കണ്ടതല്ല. ഇങ്ങനെയുള്ള അമലുകളെ കൊണ്ടൊക്കെ മുന്നേറുമ്പോൾ സ്വാഭാവികമായും നോമ്പിൻ്റെ ക്ഷീണവും ശാരീരികമായ പ്രയാസമൊക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനെ ഉറക്ക് വന്നിട്ട് അല്പം ഉറങ്ങിപ്പോയാൽ ആ ഉറക്കിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബാദത്തായിട്ട് പരിണമിച്ച് ഇബാദത്തിന്റെ കൂലി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയാണ്. രണ്ടാമതായിട്ട് വസുംതുഹു തസ്ബീഹ്, വസുംതുഹു അവൻ മിണ്ടാതിരിക്കുകയാണ്, ഒന്നും പറയുന്നില്ല, ഒന്നും പറയാതിരിക്കുന്നു. ആ മിണ്ടാതിരിക്കുന്നതിന് തസ്ബീഹിന്റെ പ്രതിഫലമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുക എന്ന് സ്വതഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെയും നാം ശ്രദ്ധിക്കണം. മിണ്ടാതിരിക്കുന്നത് ചിലപ്പോൾ മിണ്ടാതിരിക്കുമ്പോൾ തന്നെ മനസ്സിൽ വേറെന്തൊക്കെയോ മന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ്. മനസ്സിൽ ആരോടൊക്കെയുള്ള കവികൾ, വൈരാഗ്യങ്ങൾ, അതുപോലെ ഹസദ്, കിബറ് ഇങ്ങനെയൊക്കെ തുടങ്ങിയിട്ട് മനസ്സിലിങ്ങനെ പലതും അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെയാക്കണം, ഇങ്ങനെയാക്കണം, അത് ചെയ്യണം, ഇത് ചെയ്യണം. അല്ലാഹു പൊരുത്തപ്പെടാത്ത വിഷയങ്ങളിലായിട്ട് മനസ്സിങ്ങനെ ആലോചിച്ചിട്ട് നാവുകൊണ്ടൊന്നും പറയുന്നില്ല. അങ്ങനെ ചെയ്താൽ ആനായ നബിയുല്ലാഹി യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുമ്പിൽ തൻ്റെ ജ്യേഷ്ഠ സഹോദരന്മാർ അവരൊരു വേള അവിടുന്ന് അവർക്ക് അസൂയ തോന്നി. യൂസുഫ് നബിയെ പൊട്ടങ്കിരറ്റിലേക്ക് എറിഞ്ഞ സംഭവമൊക്കെ നമുക്കറിയാവുന്നതാണ്. പിന്നീട് ഒരു വേള അവിടെ ഈജിപ്ത് ഭരിക്കുന്ന ഭരണാധികാരിയായി യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അധികാരം ഏൽപ്പിക്കപ്പെട്ടു. അവിടേക്ക് ജ്യേഷ്ഠന്മാരത് പ്രാരാബ്ധങ്ങളുമായി പ്രയാസങ്ങളുമായി കടന്നു വരുമ്പോൾ അവരോട് അന്വേഷണങ്ങൾ നടത്തുകയാണ്. ആരൊക്കെയാണ് വീട്ടിലുള്ളത്? ഉപ്പ കരഞ്ഞ് കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടിരിക്കുന്നു. നേരത്തെ ഒരു മകനുണ്ടായിരുന്നു, യൂസുഫ് എന്നായിരുന്നു അയാളുടെ പേര്. അയാള് ഓടിപ്പോയതാണ്, ചാടിപ്പോയവനാണ്. ആരോടാ പറയുന്നത്? യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോടാണ്. അപ്പോഴ് മാത്രമല്ല അയാളൊരു കള്ളനും ആയിരുന്നു എന്നുകൂടി കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അയാള് കളവ് നടത്തിയ ആളാണ് എന്നുകൂടി പറഞ്ഞപ്പോൾ ഖുർആനാണ് ഈ ചരിത്രം പറയുന്നത്. സുബ്ഹാനല്ലാഹ്, കേട്ട് സഹിക്കാതെ നമ്മളൊക്കെ എന്ത് ചെയ്യുമ്പോൾ ഇതെന്ന് കേൾക്കുമ്പോൾ തന്റെ അനുജനായ ബെന്യാമീൻ അവരുടെ ആ പാത്രത്തിൽ അളവ് കൊടുക്കുന്ന സ്വർണത്തിന്റെ പാത്രം, ആ അളവ് പാത്രത്തിൽ പിന്നെ ആ പാത്രത്തെ സഞ്ചിയിലാക്കിയിട്ട് അയാൾ കളവ് നടത്തി എന്ന് ഒരു വേജ കളവ് അവിടെ പ്രചരിപ്പിക്കുകയാണ്. എന്തിനു വേണ്ടി? ബെന്യാമീൻ അവിടെ പിടിച്ചു വെക്കാൻ വേണ്ടിയിട്ട്. ആ ഭാഗത്തേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ഈ കളവ് അറിഞ്ഞപ്പോഴാണ് ജ്യേഷ്ഠന്മാര് പറയുന്നത് അയാൾ കക്ഷത്തിന് വലിയ അത്ഭുതമൊന്നുമില്ല, അയാളുടെ ഒരു ജ്യേഷ്ഠൻ പെരുങ്കള്ളനായിരുന്നു, യൂസുഫ് എന്നാണ് അയാളുടെ പേര്. ആരോടാ പറയുന്നു? മഹാരാജാവ്, നിങ്ങൾ നല്ലൊരു മനുഷ്യരെ, ഇന്നാൽ അവർക്ക് മിനൽ മുഹ്സിനീൻ, നിങ്ങൾ നല്ല ഗുണം ചെയ്യുന്ന നല്ലൊരു മഹാനാണ്. ഇവരിങ്ങനെ കള്ളന്മാരായ ഞങ്ങൾ ഉത്തരവാദിയല്ലല്ലോ എന്തൊക്കെയാണ് പറയുന്നത്. അപ്പോൾ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ മനസ്സിൽ വലിയ പ്രയാസമുണ്ട്. അവിടുന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഭാഗം വിശദീകരിക്കുന്നു. മനസ്സിൽ കടിച്ചമർത്തുകയാണ് ആ പ്രയാസം. പുറത്തേക്കൊന്നും പറയാതെ ഒരു പകയും പോരും
വെറുപ്പും ഒന്നും പ്രകടിപ്പിക്കാതെ മനസ്സിൽ അവിടെ ഒതുക്കി വെച്ചിട്ട് മനസ്സുകൊണ്ട് പറഞ്ഞു എന്ത്? അൻതും ശർറും മകാന, നിങ്ങളാണ് ഏറ്റവും വലിയ നാശകാരികൾ. പക്ഷേ നിങ്ങൾ ഈ പറയുന്ന വിശേഷണങ്ങളൊന്നും നമുക്ക് യോജിച്ചതല്ല, ഞങ്ങളുടെ അജണ്ടയല്ല, അതുകൊണ്ട് ഞാനിപ്പോൾ പ്രതികരിക്കുന്നില്ല എന്നാണ് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് വളരെ സ്നേഹത്തിൽ പെരുമാറി ചോദിച്ചു, നിങ്ങൾ യൂസുഫാണോ എന്ന് ചോദിക്കുന്നു. അവിടെ ചോദിച്ചു, മാ ഫഅൽതും ബിയൂസുഫ വഅഖീഹി ഇദ് അൻതും ജാഹിലൂൻ, യൂസുഫിനെ കൊണ്ട് നിങ്ങൾ എന്താ ചെയ്തത്? അനുജനായ ബിന്യാമീനെ നിങ്ങൾ എന്താണ് കാട്ടിയത് എന്ന് ചോദിച്ചപ്പോഴാണ് അവർക്കൊരു ഡൗട്ട്. യൂസുഫ്, താങ്കളാണോ യൂസുഫ്? പറഞ്ഞു, ഖാല അന യൂസുഫ്, ഞാനാണ് യൂസുഫ്. വഹാദാ അഖീ, ഇത് എന്റെ സ്വന്തം അനുജനായ ബിന്യാമീനാണ്. ഖദ് മന്നല്ലാഹു അലൈനാ, അല്ലാഹു ഞങ്ങൾക്ക് മേൽ ഒരുപാട് ഗുണങ്ങൾ ചെയ്തു തന്നു. ഇന്നഹു മൻ യത്തഖി വയസ്ബിർ ഫഇന്നല്ലാഹ ലാ യുദീഉ അജ്റൽ മുഹ്സിനീൻ, യഥാർത്ഥ തഖ്വയോടുകൂടെ ക്ഷമാശീലരായി ജീവിക്കുന്നവർക്ക് അള്ളാഹു വലിയ മഹത്വം നൽകും, വലിയ ഗുണം നൽകും എന്ന് ആ അള്ളാഹുവിന്റെ ആ ഗുണത്തെക്കുറിച്ച് പറഞ്ഞു. എന്നിട്ടാണ് അപ്പൊ അവർ സംശയം തോന്നിട്ട്, നിങ്ങളാണ് യൂസുഫ്? ഞാനാണ്. കണ്ടോ നിങ്ങൾ പ്രതികാരം കൊടുത്ത്? കണ്ടോ നിങ്ങൾ എന്താ പ്രതികാരം ചെയ്യുന്നത്? നിങ്ങൾ ചെയ്ത കുറ്റങ്ങൾക്ക് ഇന്നൊരു പ്രതികാരവും നിങ്ങളുടെ മേൽ ചുമത്തുന്നില്ല, നിങ്ങളുടെ മേൽ ഒരു കുറ്റവും ചുമത്താതെ നിങ്ങളെ വെറുതെ വിടുന്നു, അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ എന്ന് പ്രാർത്ഥിച്ചു. എങ്കിൽ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, നാം കറിയും പോരുമൊക്കെ വെച്ചിട്ട് എന്തോ ചെറിയ ചെറിയ വിഷയങ്ങൾക്ക് വേണ്ടി കലഹിക്കേണ്ടവരല്ല, സാമ്പത്തികമായ ആവശ്യങ്ങൾക്ക് വേണ്ടി കൂട്ടക്കുല നടത്തേണ്ടവരല്ല, പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കേണ്ടവരല്ല. അള്ളാഹുവിലേക്ക് മടങ്ങി അള്ളാഹുവിന്റെ നിഅ്മത്തിനെ കുറിച്ച് ഓർത്ത് അവരിലേക്ക് ഖേദിച്ചു മടങ്ങേണ്ട